ലക്ഷദ്വീപിലേക്ക് പോയാലോ നമ്മൾ? ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത് പോലെ ലക്ഷദ്വീപിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പോലും ഒരു ആണ്, അതായത് യൂണിയൻ ടെറിട്ടറിയിൽ വരുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. ഏകദേശം 36ഓളം ഐലൻഡുകൾ വരുന്ന അതിൽ 10ൽ കുറവാണ് മനുഷ്യവാസമുള്ള ഐലൻഡുകളുള്ളത്. പ്രധാനപ്പെട്ട ഐലൻഡുകൾ കവരത്തി, അഗത്തി, ചെത്തിലത്ത്, ആന്ത്രോത്ത്, മിനിക്കോയ്, അങ്ങനെ നീളും. അതിൽ മിനിക്കോയ് ഒക്കെ കുറച്ച് മാൽദീവ്സിനോട് അടുത്ത ഇതാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ടൂറിസ്റ്റുകൾ ഇവിടുന്ന് പോകുന്ന സ്ഥലങ്ങൾ കൂടുതലായിട്ടും പോകുന്നത് അഗത്തിയാണ്. അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപാണ്. പിന്നെ വരുന്നത് കവരത്തിയാണ്. കവരത്തിയാണ് അതിൻ്റെ ഹെഡ്, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കവരത്തിയാണ്. ലക്ഷദ്വീപിലേക്ക് എങ്ങനെ പോവാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം തന്നെ ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ലക്ഷദ്വീപിയൻസിന്, അതായത് ലക്ഷദ്വീപ് അല്ലാത്ത ഒരാൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പെർമിറ്റാണ്. ലക്ഷദ്വീപിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും വിസ നമുക്ക് വേണം. വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് വിസ അല്ല, ഒരു കൈൻഡ് ഓഫ് വിസ, ഒരു പേപ്പർ നമുക്ക് വേണം. അത് ലക്ഷദ്വീപിലെ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പേപ്പർ സംഭവങ്ങളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലെ ഒരു പരിചയക്കാരൻ നമുക്ക് വേണം. ഇനി അതല്ലെങ്കിൽ നല്ല സുതാര്യമായിട്ട് ഡീൽ ചെയ്യുന്ന വിശ്വസ്തരായിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പാക്കേജ് എടുത്ത് പോയിരിക്കും ഏറ്റവും ബെറ്റർ. പാക്കേജ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് നമ്മളെ പോലുള്ള പാക്കേജസ് എല്ലാ കാര്യങ്ങളും ചെയ്യും. ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പെർമിറ്റ് കിട്ടണം. ആ പെർമിറ്റ് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ പാക്കേജസ് നമ്മളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡും നിങ്ങളുടെ ഫോട്ടോയും പിന്നെ നിങ്ങളുടെ എമൗണ്ടും പിന്നെ നിങ്ങളുടെ PCC നമുക്ക് അയച്ചു തരുള്ളൂ. ഈ PCC നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നൂലാമാലകളും നമ്മൾ ചെയ്തു തരും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് അത് നമ്മൾ തരാം. അപ്പോൾ ഈ PCC കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് കിട്ടാനുള്ള സാധനം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മളെ ലൊക്കാലിറ്റിയിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ക്രിമിനൽ റേറ്റ് ഭയങ്കര ലോ ആയിട്ടുള്ള ഏരിയ കൂടിയാണ് ലക്ഷദ്വീപ്. ഒരുപാട് സിനിമകളിലും ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ PCC കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോലീസിൻ്റെ തുണ എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് കയറിയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകൾ വഴിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ബുക്ക് ചെയ്യാം. തുണയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ അക്കൗണ്ടുകളിലും നമ്മൾ സൈനപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഇനി അതല്ലാതെ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മളെ വോയിജർ ഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും. നേരെ എന്ത് ചെയ്യുക, തുണ വെബ്സൈറ്റ് വഴി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. അതിൽ സൈനപ്പ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മസ്റ്റായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, പേര്, ഏജ്, ബാപ്പാൻ്റെ പേര്, അത് ഇത് കുറേ സാധനങ്ങളുണ്ട്. അത് ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 to 7 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ അതെന്ത് ചെയ്യും, നമുക്ക് അവർ ഇഷ്യൂ ചെയ്ത് തരും, അപ്രൂവ് ചെയ്ത് തരും. നമ്മുടെ പേരിൽ കേസും കാര്യങ്ങളൊന്നും അപ്രൂവ് ചെയ്ത് തരും. അത് നമുക്ക് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. ഇനി അതല്ലെങ്കിൽ നല്ല പോലീസ് സ്റ്റേഷൻ നല്ല ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാവും. ചില ആളുകൾ ഇട്ട് ഇങ്ങനെ വലിപ്പിക്കും, എല്ലാ മേഖലകളിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരാം. പിന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, അതായത് നാഷണൽ ID, ഇത് നമുക്ക് അയച്ചു തരുന്നു. പിന്നെ നമ്മളാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ PCC കിട്ടി, നമ്മൾ പെർമിറ്റിന് കൊടുത്തു, പെർമിറ്റ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വിസ എടുത്തു, പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോന്നാൽ മതി. സിമ്പിളാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നോർമൽ കേസിൽ 5500 രൂപക്ക് കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ഗോവയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള ഫ്ലൈറ്റുകളുണ്ട്. Fly91 ഇൻഡിഗോ പോലത്തെ ഫ്ലൈറ്റുകളുണ്ട്. പക്ഷേ ഇൻഡിഗോ കാലങ്ങളായിട്ട് അവിടെ ഇൻഡിഗോ ഉണ്ടായിരുന്നില്ല. ഇൻഡിഗോ ഇപ്പോൾ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ്. അതുപോലെ അലയൻസ് എയർ ഒക്കെ ഉണ്ട്. അലയൻസ് എയർ, Fly91, ഇൻഡിഗോ ഒക്കെയാണ് അവിടേക്ക് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഷിപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്തിടാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലേറ്റായി, അതായത് ഇപ്പോൾ ഒരു 2 മാസത്തിന് ശേഷം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് റെയർ കേസിലാണ് ചെറിയ എമൗണ്ടിന് കിട്ടുക.
അപ്പ് ആൻഡ് ഡൗൺ ഒരു 12,000 രൂപക്ക് 11,000 രൂപക്കൊക്കെ നമുക്ക്, അതായത് നിങ്ങൾ ബജറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ നോക്കിയാൽ മതി ഇത്. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ വിശ്വസ്തരായിട്ടുള്ള പാക്കേജ് എടുക്കുകയാണ്. അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾ കപ്പിളായിട്ട് പോകുകയാണെങ്കിലോ റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിലോ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ആ റൂം ബുക്ക് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്യുന്നു, ഇത് ബുക്ക് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലേറെ ബെറ്റർ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാം. ഇത് നമ്മളെ തന്നെ എടുക്കണം നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇത്രയും കാലം നമുക്ക് മോശം വന്നിട്ടില്ല എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യോഗ്യരാണ്, ആപ്റ്റാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വോയേജർഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക്. അല്ലെങ്കിൽ നമ്മളെ നമ്പർ നോട്ട് ചെയ്തോളി, 77 36 524 326. വേറെ നമ്പർ നോട്ട് ചെയ്തോളൂ, 75 10 524 326. ബാക്കി നമ്പേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് അതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ലക്ഷദ്വീപിലേക്ക് പോകുന്നു. അവിടെ അഗത്തി എയർപോർട്ടിൽ ഇറങ്ങുന്നു. അഗത്തിയാണ് നിങ്ങൾ കാണാൻ പ്ലാനെങ്കിൽ അഗത്തിയിലൊരു 3 നൈറ്റും 4 ഡേയ്സും അടിപൊളിയായിട്ട് ഫസ്റ്റ് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ലോക്കൽ സൈറ്റ് സീയിങ്. പിറ്റേ ദിവസം നമ്മൾ നേരെ ലഗൂൺ, ഫസ്റ്റത്തെ ദിവസം തന്നെ ലഗൂൺ ബീച്ചാണ്. അതായത് ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ടായ വേറൊരു വീഡിയോയിൽ പറയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫോർമാലിറ്റീസാണ് പറയുന്നത്. അതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നാമത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു, രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നു, മൂന്നാമത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നു, നാലാമത്തെ ദിവസം നമ്മൾ അവിടുന്ന് ചെറിയൊരു ആക്ടിവിറ്റീസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് ആക്കി തരും. അതാണ് നമ്മൾ ഇവൻറ്റ്. എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ കൊച്ചി എയർപോർട്ടിലേക്ക് വരുന്നു. ഇനി ഗോവയിൽ നിന്നാണ് പോകേണ്ടതെങ്കിൽ ഗോവയിലേക്ക് ആദ്യം ഇവിടുന്ന് ട്രെയിനിൽ പോകണം. തിവിമി, കർമാലി, അങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മഡ്ഗോവൺ, അങ്ങനെ ഒരുപാട് മഡ്ഗോവ, അങ്ങനെ കുറേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യണം, ഗോവയിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് ഗോവയിൽ നിന്ന് പിന്നെ ഒരു ടാക്സി ഒക്കെ എടുത്തിട്ട് പോകണം. ഗോവയ്ക്ക് പോകുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാവും. റേറ്റ് കുറച്ച് കുറവാണെങ്കിലും റിസ്ക് കൂടുതലാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഗോവയിൽ നിന്ന് കിട്ടുന്ന റേറ്റ് തന്നെ നമ്മൾ കുറച്ച് മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ നിന്നും കിട്ടും, ചിലപ്പോൾ കോഴിക്കോട് നിന്നും കിട്ടും. കോഴിക്കോട് നിന്നാകുമ്പോൾ കൊച്ചിയിലേറെ ചിലപ്പോൾ 2000 1500 കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ മലപ്പുറംകാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചിക്ക് പോകുന്നതിലേറെ ബെറ്റർ കോഴിക്കോട് നിന്ന് കയറാണ്. 1500 പോകുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1500 2000 ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്കത് കൊടുത്ത് പോകാം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് റേറ്റ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തരിക എന്നുള്ളതാണ്. അതിന് ശേഷം അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഒരു ഫ്ലൈറ്റാണ് ഏറ്റവും ആപ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ വേ. ഇനി ഫ്ലൈറ്റിനല്ല പോകുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ അടുത്ത ഓപ്ഷൻ, ബെറ്റർ എന്നല്ല, നമുക്കൊരു അടുത്ത ഓപ്ഷൻ ഉള്ളത് ഷിപ്പാണ്. ഷിപ്പ് ടിക്കറ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഹെക്റ്റിക് പീക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ആളുകൾക്ക് തന്നെ ടിക്കറ്റുകൾ കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പിന്നെ കിട്ടിക്കോളണമെന്നില്ലല്ലോ. പിന്നെ അതുമല്ല, ഷിപ്പിന് നമുക്ക് ഒരു 3 നൈറ്റും 4 ഡേയ്സുള്ള പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1.5 ദിവസം ഫ്ലൈറ്റ് ട്രെയിനല്ല മറ്റേ ഷിപ്പൊക്കെ വൈകി കഴിഞ്ഞാൽ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് ദിവസങ്ങൾ കുറവാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച നൈറ്റ് ഇവിടുന്ന് പോകുന്നു, വെള്ളി അവിടെ സ്റ്റേ, ശനി ഞായർ സ്റ്റേ, തിങ്കളാഴ്ച നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ നമുക്കിവിടെ വർക്കിനോ കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ എത്തും, ചൊവ്വാഴ്ച എന്തായാലും ജോയിൻ ചെയ്യാം. ഏറ്റവും ബെറ്റർ കൊച്ചിയിൽ നിന്ന് കയറുന്നതാണ്. ഓക്കെ, ഇനി അതല്ല കോഴിക്കോട് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ കോഴിക്കോടത്തെ ഫ്ലൈറ്റ് നേരെ കൊച്ചി പോകുന്നു, കൊച്ചിയിൽ നിന്ന് ആൾ കയറ്റിയിട്ട് പിന്നെയാണ് പോവുക, അതും ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 1 മാസം to 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുക, ടിക്കറ്റുകളും അത് പ്ലാൻ ചെയ്യുക. അതിൻ്റെ ഇടയിൽ PCC കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചുതരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. 5ൽ കൂടുതൽ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 22,000 മുതൽ 28,000 വരെയാണ് നമ്മുടെ പാക്കേജ്, ഇൻക്ലൂഡിങ് കൊച്ചി ടു കൊച്ചി ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അവിടെയുള്ള ഫുഡ്, റൂം, അക്കോമഡേഷന്, ഏറെക്കുറെ സ്കൂബ ഡൈവിംഗ് അല്ലാത്ത എല്ലാ ആക്ടിവിറ്റീസും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് കപ്പിളൊക്കെ ആയിട്ടാണ് പോകേണ്ടെങ്കിൽ 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും 22,000 to 35,000 രൂപ വരെയാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരാൾക്ക് വരുന്ന എമൗണ്ട്. അതിൽ നിങ്ങളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി 10ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വോയേജർഗ്രാമിൻ്റെ ഒരു സ്റ്റാഫ് കേരളത്തിൽ നിന്ന് നിങ്ങളെ യാത്രയിൽ ഉണ്ടാവും, കേരളം മുതൽ തിരിച്ച് കേരളം വരെ. ഈ പറഞ്ഞ എല്ലാ ഇവൻറ്റുകളും നിങ്ങൾ ഒരാളാണ് വരുന്നതെങ്കിൽ 2 ആളാണ് വരുന്നതെങ്കിൽ പോലും അഗത്തി എയർപോർട്ടിൽ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് നിങ്ങളെ റൂമിലേക്ക് ആക്കുന്നു. പിറ്റേ ദിവസം സൈറ്റ് സീയിങ്, പിന്നെ സൈറ്റ് സീയിങ് തിരിച്ച് നിങ്ങളെ എയർപോർട്ടിലേക്ക് ആക്കി തരുന്നത് വരെ, അഗത്തി എയർപോർട്ടിലേക്ക് ആക്കി തരുന്നത് വരെ വോയേജർഗ്രാമിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ലക്ഷദ്വീപിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ഒരു മലയാളി ഗൈഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾ മലയാളികളല്ല പറഞ്ഞേക്കുന്നതെങ്കിൽ പോലും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള, വെൽ ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ഗൈഡുമാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഒറ്റക്കോ ലക്ഷദ്വീപ് നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വോയേജർഗ്രാം VOYEGRGRAM.
YAGERGRAM_, അല്ലെങ്കിൽ വോയേജർഗ്രാം ഇന്ത്യ എന്നുള്ള 2 അക്കൗണ്ടുകളുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഫേസ്ബുക്കിൽ വോയേജർഗ്രാം ഇന്ത്യ, വോയേജർഗ്രാം എന്നുള്ള 2 പേജും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ, ഫർദർ മോർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ലക്ഷദ്വീപ് യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.